ഗുരുജനങ്ങളെ നമസ്കരിക്കുമ്പോൾ പാദങ്ങൾ സ്പർശിക്കുന്നത് ശരിയോ? അതൊരു വല്ലാത്ത ചോദ്യമാണത്. പാദം തൊട്ട് നമസ്കരിക്കണമെന്ന് തോന്നുകയും വ്യവസ്ഥ 1 അവർ അത് അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആവാം. പാദം തൊടുന്നത് വേണ്ട എന്ന രീതിയിൽ അവർ പിന്നോട്ട് മാറുന്നു വെച്ചാൽ ഓടിച്ചെന്ന് പിടിച്ച് അത് പാടില്ല. ഗുരുജനങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് അമ്മയാണ്. അമ്മ, അച്ഛൻ, ആചാര്യർ, ഇവരാണ് ഗുരുക്കന്മാർ. അമ്മ, അച്ഛൻ, ആചാര്യന്മാർ. അപ്പൊ അമ്മയെ നമസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും പാദം പിടിച്ച് നമസ്കരിക്കാം. പക്ഷെ അമ്മ അനുവദിക്കാത്ത പക്ഷം ഓടി കയറി പിടിക്കുകയൊന്നും വേണ്ട, അവിടെ നമസ്കരിച്ചാൽ മതി. അമ്മയുടെ പാദം ഏത് ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്നോ അവിടെ നമസ്കരിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ, അത് തന്നെയാണ് ആചാര്യന്മാരുടെ ഈ സ്ഥിതി. അതിപ്പോൾ എങ്ങനെയാ അങ്ങനെ പറയുക? അതിന് മറുപടി അറിയില്ല എങ്ങനെയാന്നുള്ളത്. സാമാന്യമായി ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൊക്കെ പാദസ്പർശനം ചെയ്ത് നമസ്കരിക്കാറുണ്ട്. സാമാന്യമായിട്ട് ആരെ നമസ്കരിക്കുന്നു അയാൾ അതിനെ പ്രതികൂലിക്കുന്നില്ലെങ്കിൽ പാദസ്പർശനം ചെയ്ത് നമസ്കരിക്കാറുണ്ട്. ഇനിയിങ്ങനെ അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നുള്ളതല്ലാതെ ഇപ്പോൾ സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ സന്യാസിമാർ തമ്മിൽ സന്യാസത്തിൽ സീനിയർ ആയിട്ടുള്ള ആളെ ജൂനിയർ ആയിട്ടുള്ള ആൾ നമസ്കരിക്കും. അവിടെ ഓം നമോ നാരായണായ എന്നുള്ള ഭാവത്തിൽ നമസ്കരിക്കുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. തീർത്തും ഗുരുസമാനരായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ മാനിക്കുന്നവരെ പാദസ്പർശിച്ച് നമസ്കരിക്കാറുണ്ട്. അത്രേ പറയാൻ പറ്റൂ. അത് തീർത്തും വൈയക്തികമാണല്ലേ, വൈയക്തികമാണ്.